ഈ കോഫി ഷോപ്പ് എന്നുള്ളത് എൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. ഓ റിയലി? സത്യമായിട്ടും. ദൈവമേ ചിരിച്ചു. ഇനി അടുത്ത ലെവലിലേക്ക് പോകാം. അനുഷ എഫ് ബിയിലുണ്ടോ? യാ. ടോണി ഐസക്, അതാണ് എൻ്റെ ഐ ഡി. ഞാൻ ആഡ് ചെയ്തേക്കാം. താങ്ക്സ്. അനുഷ, നമുക്കൊരു ഡ്രൈവിന് പോയാലോ? സോറി ടോണി, ഇന്ന് സമയമില്ല. നമുക്ക് വേറെ ദിവസം പോകാം. ഓക്കേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഈ കോസ്റ്റ്യൂമിൽ അനുഷയെ കാണാൻ ക്യൂട്ടായിട്ടുണ്ട്. താങ്ക് യു. ഓഹോ, സാർ ഇവിടെ ഇരിക്കുമായിരുന്നോ? ആ 10 minutes ആയി. അവള് വളഞ്ഞു കാണും. ഈ പഞ്ചാരക്കുട്ടന് ഒരു പണി കൊടുക്കാം. സർ. ഓ താങ്ക് യു സാറാ. വേണ്ട അനുഷ, ഇത് സാറ. സാറാ, ഇത് അനുഷ. ഹായ് സാറ ഞങ്ങളുടെ മാനേജറാണ്. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. സർ, യെസ്. സാറിന് 2-3 കോൾസ് വന്നിരുന്നു. ആരായിരുന്നു? ആദ്യം വിളിച്ച സാറിന്റെ എക്സ് ഗേൾഫ്രണ്ട് ദിവ്യ. അയ്യോ സാറ് ഷോപ്പിലുണ്ടാവും അറിയാൻ വേണ്ടി വിളിച്ചതാ. സാറാ, അത് പിന്നെ പിന്നെ വിളിച്ച സാറിന്റെ പ്രസന്റ് ഗേൾഫ്രണ്ട് ബിന്ദിയ. സർ, മാഡം പലയിടത്ത് വെയിറ്റ് ചെയ്യാണ് പോലും. എന്ത് റിപ്ലൈ കൊടുക്കണം? ഇതൊക്കെ എന്നോട് എന്തിനാവെന്ന് പറയുന്നേ? ഇതൊക്കെ എന്റെ ബ്രദറിന്റെ സെറ്റപ്പ് അല്ലേ? അപ്പുറത്ത് പോയി ബ്രദറിനോട് പറയൂ. പോ. വിവരമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അനുഷ, അറിയോ? ഓക്കെ. കർത്താവേ, തൽക്കാലം രക്ഷപ്പെട്ടു. എടീ സാറേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി മോളെ. എന്റെ ബ്രദറാ റോയ്. നേരത്തെ പറഞ്ഞില്ലേ? ഓക്കെ. ഇപ്പൊ വരാം. Yeah, okay. See you soon. I'll call back. Okay, bye. ആരാടത്? ഫ്രണ്ടാ. ഫ്രണ്ട്. ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഭാവിയിൽ എന്ത് കിട്ടുമെന്നാ? എടാ, ജീവിതമായി കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമൊക്കെ വേണം. ലക്ഷ്യമൊക്കെ ഉണ്ട്. ഏത്? ഈ ലക്ഷ്യമല്ല, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ലക്ഷ്യം. മനസ്സിലായാ നിനക്ക്? പഠിക്കണ്ടെങ്കിൽ പഠിക്കണ്ട. ഈ കോഫി ഷോപ്പ് നോക്കിയിടത്തല്ല നിനക്ക്. എടാ, വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോരം കാര്യങ്ങളുണ്ട് നിനക്ക് ഇവിടെ ചെയ്യാനായിട്ട്. എടാ, ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടല്ലോ, നിനക്കും കൂടി അവകാശപ്പെട്ടല്ലേ? വേണ്ട റോയിച്ച, എനിക്ക് റോയിച്ചനെ വിശ്വാസം. എല്ലാം റോയിച്ച തന്നെ നോക്കി നടത്തിയാൽ മതി. നിന്നോടൊക്കെ സംസാരിച്ചെന്ന എന്റെ നാവിൽ വെള്ളം പറ്റും. ഇതറിയാമെങ്കിൽ എന്തിനാ റോയിച്ച എന്ന് രാവിലെയും വൈകിട്ടും എന്നെ ഉപദേശിക്കണേ? ഇതെന്ന് കഴിയും നാളെ കഴിയുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഞാൻ ആ മണ്ടൻ. എടാ മതി, പോയ പോയ പോ. പോ. കൊള്ളാലോ. ഈ ടോണി ഓടുന്നു. വെറുതെ ഇരിക്കും. ടോണി! കർത്താവേ, അളിയാൻ പറ്റിയോ? ആരടാ താൻ? എന്നെ മനസ്സിലായില്ലേ? അറിയാത്തോടല്ലേ ചോദിച്ചത്. എടാ, നമ്മള് പണ്ട് ഓർക്കൗട്ടിൽ പരിചയപ്പെട്ടതാ. ഓർക്കൗട്ടിൽ നിന്റെ ആനന്ദാടാ ഞാൻ. ആനന്ദ? അതിനെ ഞാൻ ഓർക്കൂട്ട് യൂസ് ചെയ്ത് നിർത്തിയിട്ട് എന്നെ വർഷങ്ങളായി. അങ്ങനെ പറയല്ലടാ, ശരിക്കും ഓർക്ക്. ഞാനല്ലടാ നിനക്ക് പണ്ട് മഞ്ജുനെയും ഇന്ദുനെയൊക്കെ പരിചയപ്പെടുത്തി തന്നത്. അനു, ഇവനേതോ വട്ടനാ. ഇവിടെ ആള് മാറിപ്പോയതാ. ഇല്ലടാ. അല്ല. വേണ്ട, കൂടുതൽ ഉരുളാൻ നോക്കണ്ട. ഞാൻ പോവാ. അനു അനു പ്ലീസ്, അനു പ്ലീസ്. ബൈ. അനു. ഓ, ആ കുട്ടി പിണങ്ങി പോയതാ. നീ എപ്പോഴാടാ എന്റെ ഓർക്കൂട്ടിലെ ഫ്രണ്ട് ആയത്? ടോണി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്താ പ്രശ്നം? ആരത്? റോയ്ച്ചനല്ലേ? അതെ, റോയ്ച്ചൻ എനിക്ക് അറിയാം. റോയ്ച്ചൻ, ഞാൻ ആനന്ദ്, കോഴിക്കോട് നിന്ന് വരിക. സിനിമയിൽ അഭിനയിക്കാനായിട്ട് വന്നതാ. ഈ ഓർക്കൂട്ടിൽ ഞങ്ങള് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവൻ നോർമൽ അഞ്ഞിട്ടാ. എനിക്ക് കൊച്ചിയിൽ ഇവൻ അല്ലാണ്ട് വേറെ ആരെയും അറിഞ്ഞൂടാ. എനിക്ക് നിങ്ങളൊരു സൗകര്യം ഉണ്ടാക്കി തന്നാ മതി. ഒരു 2 ആഴ്ചത്തേക്ക് മതി. സിനിമയിൽ കയറിയ പിന്നെ പ്രശ്നമില്ലല്ലോ അല്ലേ? ഏയ്, അതൊന്നും ശരിയാവത്തില്ല. എന്താ ശരിയാവാത്തത്? അല്ല, പണ്ടെങ്ങാണ്ട് ഓർക്കൂട്ടിലൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് കരുതി ഒരാളെ കയറ്റി വീട്ടിലൊക്കെ താമസിപ്പിക്കാന്ന് പറഞ്ഞാ. അല്ല, അപ്പൊ എന്താ നിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിരുന്നെങ്കിലോ? അത് പോട്ടെ, ഇനി പഴയ പരിചയം വെച്ച് വന്ന എന്റെ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നെങ്കിലോ? അപ്പൊ സാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? ഏതായാലും കോഴിക്കോട് നിന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് വന്നല്ലേ, ഒരു ദിവസം താമസിക്കട്ടെ. നാളെ നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. ടോണി, നീ ഇവനെ കൂട്ടി ഫ്ലാറ്റിലേക്കല്ലേ?
ഓ വലിയ ഉപകാരം റോയ്ച്ച. റോയ്ച്ചന് ഞാൻ ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല കോഴിക്കോടൻ ചിപ്സ്. എടുക്കട്ടെ? മതി, പോവാം. അലുവ? ട്ടോ, പോടാ. വാ. അതെ റോയിച്ച് പോയല്ലേ ചമ്മി. ആ ഇവിടെ തന്നെ. എത്ര ചേട്ടാ? യോ എന്താ പാർവതി ഇത്? ഈ ദേവേട്ടൻ ഇവിടെ ഇങ്ങനെ ഉള്ളപ്പം ഈ കഷ്ടപ്പാടിന്റെ കാര്യമുണ്ടോ? അയ്യോ വേണ്ട സാർ, ഞാൻ എടുത്തോളാം. എൻ്റെ പൊന്നെ, എനിക്കിത് കേൾക്കുമ്പോഴാ ഈ ഫ്ലാറ്റിൽ എന്നെ ദേവേട്ട എന്ന് വിളിക്കാൻ അനുവാദമുള്ള ഏക പെൺകുട്ടി പാറു മാത്രമാ. എന്നിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ സാറേ എന്ന് വിളിച്ച് കളിയാക്കുന്നത് എൻ്റെ പാറു? അമ്മേ, നല്ല കനമാണല്ലോ. ഡംബിൾസ് ഒക്കെ ആയിരിക്കും അല്ലേ? കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളാ. അല്ലറ ചില്ലറൊക്കെ ഈ കനം. പാർവതി ഈയിടെയായിട്ട് ദേവേട്ടനെ തീരെ ശ്രദ്ധിക്കാറില്ല. എന്നോടെന്താ പിണക്കവാ? അയ്യോ അതൊക്കെ സാറിന്റെ അല്ല ദേവിഡിനെ തോന്നലല്ലേ. ഇന്നലെ പാർവതി ടെറസിൽ നിന്ന് എക്സസൈസ് ചെയ്യുമ്പം ഞാൻ എത്ര നേരം നോക്കിയെന്നറിയാവോ? അയ്യോ ഇല്ല, എത്ര നേരം നോക്കിയിരുന്നു? തമാശ ദേവേട്ടൻ ഒറ്റ അടി വെച്ചതാണല്ലോ. ഓ മോളെ പാറു, ദേവേട്ടനൂടെ ജിമ്മിൽ വന്നാലോ എന്ന് ആലോചിക്ക. അതെന്താ, ഫ്ലാറ്റിൽ ചേച്ചിയില്ലേ? പിന്നെ തമാശ. എനിക്ക് സുന്ദരികളായ പെൺകുട്ടികളെ തമാശ പറഞ്ഞ് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പാറുവിന്റെ. അതെന്താ ഈ പ്രത്യേകിച്ച്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾ 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും മാത്രമാണ് ആ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. ഓ, അതിന് എല്ലാവർക്കും എതിർപ്പുണ്ടായിട്ടും ഞാൻ ഒരാൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിന്നത് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. ഒരു ഫ്ലാറ്റ് അസോസിയേഷൻ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം ശരി, കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ബൈ. ഹാ പൂർണിമോളെ, ഞാൻ ലേറ്റ് ആയോ? അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു ജന്മം. ഓ എന്തൊരു ടേസ്റ്റാ. അതല്ലേലും കണ്ടവന്റെ കാശിന് കയറ്റുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി ഞാൻ കൊടുത്തോളാം. അപ്പൊ കുഴപ്പമില്ലല്ലോ. താനീ നാട്ടുപുറമാണല്ലേ? എന്റെ നിഷ്കളങ്കത കണ്ടിട്ടാ? അല്ല, തീറ്റ കണ്ടിട്ടാ. അവൻ സ്വയം ഒരു മാരണമാണെന്ന് വല്ല വിചാരം ഉണ്ടോ നോക്കിയേ. ഓ, കണ്ടിട്ടൊരു ഗതിയില്ലാത്തവനാണെന്ന് തോന്നുന്നു. ശവം. തീറ്റ കണ്ടില്ല. എന്താ നോക്കുന്നത്? കഴിക്കേ. ഓ ആയിക്കോട്ടെ. അല്ല, നിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങള്. അവരോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണോ വന്നത്? പിന്നെ അവരനുഗ്രഹിച്ചല്ലേ വിട്ടത്. അവർ രക്ഷപ്പെട്ടു. അവർക്കിനി വെച്ചടി കയറ്റുമായിരിക്കും. അതെന്താ? അല്ല, നീ സിനിമ നടനായാലേ. പിന്നെ അവർക്ക് വേണ്ടിയല്ലേ ഈ ത്യാഗമൊക്കെ അനുഭവിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അവർക്കത് മനസ്സിലാവും. അല്ല, നിന്റെ അച്ഛനെന്താ ജോലി? പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ബിസിനസ്സാ. പിന്നെ അതെങ്ങാനും നോക്കി അവിടെ നിന്നാ പോരായിരുന്നു. മതിയായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിലൊരു കലാകാരനുണ്ട്, അവൻ അതിന് സമ്മതിക്കുന്നില്ല. അതിനോട് അവിടെ അങ്ങനെ അടങ്ങി കിടക്കാൻ പറ. എന്നിട്ട് വല്ല പണിക്ക് പോയി ജീവിക്കാൻ നോക്കും. പല പണിയും ചെയ്ത് നോക്കി, പക്ഷെ രക്ഷപ്പെട്ടില്ല. പിന്നല്ലേ അറിഞ്ഞ എനിക്ക് ജാതകത്തിൽ പേരും പ്രശസ്തിയൊക്കെ ഉള്ളവനായി വാഴണം എന്നാണല്ലോ. പലചരക്കടയിൽ നമ്മൾ ജോലി ചെയ്താൽ അതെങ്ങനെ സാധിക്കും? ശരിയാ. ആ ജാതകം എഴുതിയവനെങ്ങനെ എൻ്റെ കൈ കിട്ടിയ അവൻ്റെ ജാതകം ഞാൻ തിരുത്തി എഴുതും. പിന്നെ ഫ്ലാറ്റിലേക്ക് വന്ന് വലിഞ്ഞു കയറുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആ പറഞ്ഞോ. നീ വിചാരിക്കുന്ന പോലൊരു ഫ്ലാറ്റ് അല്ല അത്. എന്നെ പോലെ മാന്യന്മാരായിട്ടുള്ളവർ താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ്. അതുകൊണ്ട് അവിടെ കുറച്ച് മാന്യമായിട്ട് വേണം പെരുമാറാൻ. ഓക്കെ. ഇനി രണ്ടാമത്തെ കാര്യം, ഫ്ലാറ്റിൽ എന്നെയും റോയിച്ചിനെയും കൂടാതെ 2 പെൺകുട്ടികൾ കൂടിയുണ്ട്. ഒരുത്തി നീ ഇപ്പോൾ അവിടെ കോഫി ഷോപ്പിൽ വെച്ച് കണ്ട അവളില്ലേ സാറാ, മറ്റേതൊരു ജിമ്മുകാരി. അവളോട് അധികം കളിക്കാൻ പോകരുത്, അവൾ കാലെ വാരി തൂക്കി നിലത്തടിക്കും എന്ന് പറഞ്ഞ് ഇവളോടും അധികം കളിക്കാൻ നിൽക്കണ്ട. അവളും ആള് സൂപ്പർ പെശക. ഓക്കെ, ഞാനൊരു കളിക്കും പോകുന്നില്ല, എനിക്ക് എൻ്റെ കാര്യം. നിനക്ക് ഞാനൊരു പേര് ദോഷം ഉണ്ടാക്കില്ല പോരെ? എടാ, അത് നിന്നെ കൊണ്ട് സാധിക്കില്ല. അതെന്താ?
ഒരാൾക്ക് ഓൾറെഡി ഉള്ളൊരു കാര്യം വീണ്ടും ഉണ്ടാക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ആഹാ, അപ്പൊ പേരുദോഷം ഉണ്ടല്ലേ? അയ്യടാ, ആവശ്യത്തിൽ കൂടുതലൊന്നും നീ അന്വേഷിക്കണ്ട. വാ പോവാം. ഇതിലെന്താണ്? ഹ, എങ്ങനെയാണോ പോ? ഒരു മണിക്കൂർ മുമ്പ് ഞാൻ വന്നപ്പോൾ ഇവള് തന്നെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. എന്താ ഇവളാ കപ്പലിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നൊന്ന് നോക്കിയിട്ട് എന്നെ കാര്യം. സാറാ, എന്താടി ഇത്? എന്ത്? അല്ല, എത്ര നേരം നീ കപ്പും പിടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്? എന്താ റോയ് ചെയ് പറയുന്നേ? എടി, വൃത്തിയൊക്കെ ഒരു മനുഷ്യന് വേണം, പക്ഷെ ഇത് ഇത്ര ഓവറാക്കരുത്. എന്താ ഓവർ എന്നാ റോയ്ച്ചൻ പറയുന്നേ? ഈ കപ്പ് കണ്ടോ? ഈ കപ്പിൽ പറ്റി പിടിച്ചിരുന്ന ഈ സാധനം കളയാൻ നോക്കിയതാ ഞാൻ. എവിടെ നോക്കട്ടെ. ഹാ, ബെസ്റ്റ്. ഇതും പിടിച്ച് മോളി ജന്മം മുഴുവൻ തുടച്ചാൽ ഇത് പോകാൻ പോണില്ല. ഇതെന്തോ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് അടി. ചെറിയ പൊട്ടലോ മറ്റെന്തോണത്. ഞാൻ വിചാരിച്ചു എന്തോ സാധനം പറ്റി പിടിച്ചിരിക്കുന്നു എന്നാ. ചുമ്മാതല്ല, നിന്നെ ക്ലെൻലിനെസ് ഫ്രീക്ക് എന്ന് പാറും ടോണിയും കളിയാക്കി വിളിക്കുന്നത്. ഒരു അബദ്ധം പറ്റിയെന്ന് പറയുന്നേ അതിൽ കയറി പിടിക്കണ്ട റോയ്ച്ച. ഓ, ദാ ഇപ്പൊ തന്നെ ഈ കൗണ്ടർ രാവിലെ മുതൽ എത്രാമത്തെ തവണ നീ തുടയ്ക്കുന്നത്? അത് പിന്നെ റോയ്ച്ച ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തില്ലേ, ഇതിലൊക്കെ പൊടി പിടിച്ചിരിക്കും അതാ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊരു തരം അസുഖമാണ്. എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ആയില്ല എന്നൊരു സംശയരോഗം. അതല്ല റോയ്ച്ച, ഹോട്ടൽ മാനേജ്മെന്റിൽ ക്ലീൻ കിച്ചൺ എന്നൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്. അതുണ്ടാവാം. ഒന്നും വൃത്തിയായി സൂക്ഷിക്കാതെ ശീലമുള്ളവർക്കാണത്. നീ അങ്ങനെയല്ലല്ലോ, പിന്നെന്താ? എന്റെ റോയ്ച്ച, ഇതാരെങ്കിലും കേട്ടാ ചിരിക്കും. സാധാരണഗതിയിൽ മുതലാളിമാർ പറയും ക്ലീൻ ചെയ്യുന്ന. ഇവിടെ മുതലാളി പറയുന്നത് ക്ലീനിങ് കൂടുതലാണ്, കുറയ്ക്കണമെന്ന്. കഷ്ടമുണ്ട് കേട്ടാ. ഓഹോ, അപ്പൊ നീ എന്നെ വേറൊരു മുതലാളിയായിട്ടാണല്ലോ കണ്ടേക്കണേ. കൊള്ളാടി, നിന്നെയൊക്കെ പെങ്ങന്മാരെ പോലെ കാണുന്ന എനിക്ക് തന്നെ വേണം. അത് പറഞ്ഞു പോയപ്പോ ഫ്ലോയില് വന്നു പോയതാ. സോറി എന്റെ റോയ്ച്ച. അയ്യോ, ടേബിൾ നമ്പർ 12 ക്ലീൻ ചെയ്തില്ല. ഞാനിപ്പോ വരാമേ. ഇവളോട് ഞാൻ എന്ത് പറയാനാ ദൈവമേ. അവരിട്ട പേര് കറക്റ്റാ, ഒരു മാറ്റമില്ല. ക്ലെൻലിനെസ് ഫ്രീക്ക്. സോറി. ആ പറു, ഇത് ആനന്ദ്. എനിക്ക് പോലും അറിയാത്ത എൻ്റെ ഒരു ഓർക്കുഡ് ഫ്രണ്ടാണ്. ഹായ് ആനന്ദ്. നമസ്കാരം. നാടന പക്കാ നാട്ടം പുറത്തുകാരൻ. ആ ആനന്ദേ, ഇത് പാർവതി. ഞാൻ പറഞ്ഞ ജിം ഇൻസ്ട്രക്ടർ. ഇവളാ? എന്തുവാണ് എന്താ താനിങ്ങനെ ചിരിക്കുന്നേ? ചിരി അടക്കി പിടിക്കാൻ പറ്റാത്തോണ്ടാ. നീ ചിരി നിർത്തിയിട്ട് എന്താന്ന് വെച്ചൊന്ന് പറ. അതൊക്കെ ശരിയാ, നമ്മള് നാട്ടുപുറംകാരാ. പക്ഷേ അവിടുത്തെ ജിമ്മിൽ ആശാമാര് മിനിമം ഒരു 100 കിലോ കാണും. ഇതിപ്പോ എത്ര? അതൊരു പെണ്ണ്. അതാലോചിച്ചപ്പോ ചിരി അടക്കി വെക്കാൻ പറ്റാതെ പോയതാ. ഞാനൊരു ജിം ഇൻസ്ട്രക്ടർ ആയി പോയ എന്തെത്ര കുഴപ്പം? വാട്ട്സ് റോങ് വിത്ത് യു? എടാ, ഇവക്കിപ്പോ എന്താ കുഴപ്പമെന്ന് പറഞ്ഞതായോ ഇപ്പൊ വലിയ കുഴപ്പം? ആഹാ, ഡാ ടോണി, ആരുടെ അവൻ? ഇവൻ നടൻ, കലാകാരൻ. ഒരു കലാകാരൻ വന്നിരിക്കുന്നു. കാശിന് ഗതിയില്ലാത്തവനാണെന്ന് കണ്ട പറയാം. പാറു, നീ ഒന്ന് അടങ്ങ്. ഒരാൾ വന്ന് കയറുമ്പോഴേക്കും തുടങ്ങല്ലേ. നിങ്ങൾക്ക് ഇനി ഒരുപാട് സമയമില്ലേ. നീ ആ റൂമിൽ പോയി റെസ്റ്റ്. ആ മുറിയോ? ആ മുറി. ആ, അപ്പൊ നീയോ? നിനക്കെന്താ പേടിയുണ്ടാ? ഞാൻ വരാടാ. ഇല്ല. ഓ ഡീ, അതൊരു വയ്യാവേലിയ. ഓർക്കൂട്ടിലെ എന്റെ സഞ്ചാരപാതയിൽ എനിക്ക് പറ്റിയൊരു തെറ്റ്, അല്ലെങ്കിൽ ഒരു കയ്യബദ്ധം. പക്ഷേ ഇപ്പൊ ഞാൻ അവനെ എന്തെങ്കിലും ചെയ്താ റോയിച്ചൻ കയറി ഇടപെടും. അതുകൊണ്ടാ പതിയെ നമുക്ക് അവനെ ഒഴിവാക്കാം. അവന് വെറുതെ വിട്ടാ പോരാ, 2 ഇടിയും കൊടുക്കണം. അത് നീ സൗകര്യം പോലെ എന്തെങ്കിലും കൊടുക്കുക വാങ്ങുകയെന്ന് വെച്ചാ ചെയ്. ഞാൻ പറയാനുള്ള പറഞ്ഞു. ടോണി, ഒന്നുകൂടെ വരുമോ? ഓ, ഞാനിപ്പോ വരാം. ശല്യം. ഡ്രീമും വെക്കപ്പും ക്രിട്ടിക്കൽ കണ്ടീഷനും. എന്തുവാടാ ഇത്?
ഞാനും പോവും ബോളിവുഡിൽ ഒരിക്കലും. ഇത് പറയാനാണോ വിളിച്ചത്? അതല്ല എടാ, ഞാനിവിടെ എത്തിയ കാര്യം ബോളിവുഡ് അല്ല, വീട്ടിലൊന്ന് വിളിച്ച് പറയണ്ട. വേണം വേണം, തീർച്ചയായിട്ടും വേണം. എന്നാ ഫോണ് തരുമോ? അധികം നേരം സംസാരിക്കില്ല. അതെന്താ? ഛേ, നീ എൻ്റെ ഫ്രണ്ട് അല്ലേ, സംസാരിക്കും. താങ്ക്സ് ഡാ. പിന്നെ നമ്മുടെ മഞ്ജുവും ഇന്ദുവും ഒക്കെ ഇപ്പൊ എവിടെയാടാ? അവരൊക്കെ അന്നേ പോയില്ലേ? അല്ലപ്പോ നിനക്ക് അവരുടെ കോണ്ടാക്ട് ഒന്നുമില്ല? ഇല്ല. പിന്നെ ഇതിൽ ബാലൻസ് കുറവാ, പെട്ടെന്ന് തീർക്കണം. ഞാനൊന്ന് ആ ഹലോ അച്ഛാ, ഞാനിവിടെ എത്തി. താമസമൊക്കെ ശരിയായി. ഹലോ ഹലോ വേണ്ട വേണ്ട. ഇതാരപ്പോ? ഹലോ. അത് ഞാൻ ഫോണൊന്നും വന്നില്ല, അതുകൊണ്ടാണ് എടുക്കാതിരുന്നത്. സോറി കേട്ടോ. ടോണിക്ക് ഇപ്പൊ കൊടുക്കാം. ടോണി, ദേ ഒരു വേണ്ട വേണ്ട വിളിക്കുന്നു. യോ, നീ ഇതെടുത്താ? ആ എടുത്തു. എൻ്റെ അമ്മോ. നീ എന്താ പണിയാടാ കാണിച്ചു? ഹലോ, കൊല്ലില്ല. ലിൻഡ തിരക്കായിരുന്നോണ്ട് തന്നെ എടുക്കായിരുന്നത്. അയ്യോ ലിൻഡ, എന്റെ പേര് ലിൻഡ തന്നെയാ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു നാട്ടുപുറത്തുകാരെ തെണ്ടിയാ ഫോൺ എടുത്തത്. അവൻ എഴുത്തും വായന അറിയാത്തതിന് ഞാനെന്ത് ചെയ്യാനാ? ബികോം സെക്കൻഡ് ക്ലാസ്. ലിൻഡ പ്ലീസ്. ലിൻഡ, ലിൻഡ പ്ലീസ്, എനിക്ക് നിന്നെ വേണം. പ്ലീസ് 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 ലിൻഡ. ആനന്ദ എവിടെയാണ് ടോണി? വന്നപ്പോലെ തുടങ്ങിയതാ കണ്ണാടി ഇടുമ്പോ അഭ്യാസം. അവിടെ എങ്ങനെ കാണും? എന്തിനാ റോയിച്ച അവനെ ശല്യപ്പെടുത്തുന്നേ? പാവം ഉണ്ടടി, അതിനെ കൂടെ വിളിക്ക്. അവൻ അത്രയ്ക്ക് പാവമൊന്നുമല്ല. ഛേ, മിണ്ടായിരിക്കും. എടാ ആനന്ദേ. ഓ, എന്താ വിളിച്ചേ? വൈകി. നീ എങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കോ? നിങ്ങൾ വിളിക്കാതെ വരുന്നത് മോശാന്ന് വിചാരിച്ചിട്ടാ, അല്ലാതെ ജാടിയൊന്നല്ല കേട്ടോ. എനിക്കറിയാം സിനിമയിൽ അഭിനയിക്കാൻ വന്നതെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ഞെട്ടാത്തതിന്റെ കാര്യം. എന്തത്? എന്റെ മുഖത്തെ കുട്ടിത്തം കണ്ടിട്ടല്ലേ? ഫോട്ടോജനിക്കായ എന്റെ മുഖം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. എന്നാ കണ്ടോ, കണ്ട് ഞെട്ട്. എന്ത് ഫോട്ടോടത്? തഗ്യോ. സോറി ആനന്ദ്, ആളറിയാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളവളോട് നീ പൊറുക്കണം. ഇവള് വീണു. അടുത്തത് എന്റെ ഗ്രാമത്തിലെ പെൺകുട്ടികളെ പോലെ തന്നെ ഈ കുട്ടി. ഈ ഫോട്ടോ ഞാൻ എടുത്തോട്ടാ. പിന്നെന്താ, എടുത്തോ? വേറൊന്നിനും അല്ല, പാടത്ത് വെക്കാനാ, കൊറ്റിയെ പിടിക്കാൻ. ഇതുണ്ടെങ്കിലേ കുറെ ബുള്ളറ്റ്സ് വെറുതെ ചെറുതാകത്തില്ല. ഒരെണ്ണം ഞാൻ എടുത്തോട്ടാ പ്ലീസ്. തട കൊടുക്കടാ. നീ കൊടുക്കില്ലല്ലടാ. ഇല്ല. നീ ഇത് പോർട്ട്ഫോളിയോ അല്ല, ഏതോ പൊട്ടന്റെ ഫോളിയോ. ഇതും കൊണ്ടാണാ സിനിമയിൽ അഭിനയിക്കാൻ വന്നേക്കണത്. ഫോട്ടോസ് നല്ല ഫോട്ടോസാ.